നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹേ, ഒരു കഴിഞ്ഞില്ലേടി ഇതുവരെ? ഇവിടെ അടുത്ത് പോകുന്നതിന് നീ ഇത്രയും സമയം എടുത്ത് ഒരുങ്ങി ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ധനുഷ് വിഷമിക്കുമല്ലോ. അതിന് ഞാനെന്തോരുങ്ങാൻ? സമയം എടുത്തത് മുഴുവൻ ഏട്ടത്തിയാ. അച്ഛനോട് പറഞ്ഞിട്ട് പോ. അച്ഛാ, 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 എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോയിട്ട് വാ. ഇവൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. പിന്നീട് ആരും കുറവ് പറയരുത്. ഇവള് പറയുന്നത് മാത്രമല്ല, എന്റെ ഇഷ്ടത്തിനുള്ളത് കൂടി വാങ്ങിക്കൊടുക്കാനാണ് ഞാനും കൂടി പോകുന്നത്. എന്നാ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. അച്ഛനെന്താ വാങ്ങണ്ടേ? ആ, എനിക്കുള്ളത് ഞാൻ പിന്നീട് പോയി വാങ്ങിച്ചോളാം. തൽക്കാലം നിങ്ങൾക്കുള്ളതൊക്കെ മേടിക്കും. എന്ന് പോയിട്ട് വരാ അച്ഛാ. അവന്റെ അടുത്ത് എനിക്ക് ഏടത്തിയോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്താ മോളെ, അത്രയ്ക്കും രഹസ്യമാണോ? രഹസ്യമൊന്നും അല്ല അച്ഛാ. എന്നാ നിങ്ങൾ നടക്ക, ഞാനിപ്പോ വരാം. എന്താടി, വേഗം പറ, എനിക്ക് പോണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മറ്റാരും അറിയരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഞാനൊരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോ തന്നെ അവര് പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. നിന്നോട് ഞാൻ പറഞ്ഞു, നിന്റെ ഡയലോഗ് കേൾക്കാൻ എനിക്ക് സമയമില്ലാന്ന്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അനൂപേട്ടന്റെ അപകടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ അവന്തിക എന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ആ അപകടം അവന്തിക ആസൂത്രണം ചെയ്തതാണോ എന്ന്. ആണെങ്കിൽ അതിന്റെ പിന്നില് ഞാനാണെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? എങ്കിൽ വേണ്ടപ്പെട്ടവരെ നോവിക്കാൻ ഞാനും തുടങ്ങും. നീ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു വേണ്ട. അനൂപിന്റെ ആ അപകടമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞാ നീ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനായിരുന്നു അതിന് പിന്നിലെങ്കിൽ നിന്റെ ചേട്ടൻ ഇപ്പൊ ജീവനോടെ കാണില്ലായിരുന്നു. ജീവിതം, മരണം, ഇത് രണ്ടിന്റെ ക്രെഡിറ്റേ അവന്തികയ്ക്കുള്ളൂ. ഇതിനിടയിലുള്ള ഈ കൈയൊടിക്കലും കാലൊടിക്കലും ഒന്നും ഞാൻ ആലോചിക്കാറേയില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടൻ ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും വണ്ടി ഓടിച്ച് കയറ്റിയ കാര്യവും ചോദിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. അതിന് നീ ഇത്രമാത്രം ടെൻഷൻ ആവാനൊന്നും ഇല്ലല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയതിന് ഈശ്വരന് നന്ദി പറയല്ലേ വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.